نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول صدق الله العظيم. وقال النبي صلى الله عليه وسلم خرجت من نكاح ولم أخرج من سفاح أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, നോമ്പുകൾ, മറ്റിതര ഇബാദത്തുകൾ എല്ലാ വീഴ്ചകളും പരിഹരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സീറത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ പഠിക്കുവാനും പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും അതിലൂടെ പരലോക വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പായുടെ വാപ്പയായ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതായ നിബിതങ്ങളുടെ ജനനത്തിലേക്ക്, നിബിതങ്ങളുടെ നിയോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളായിരുന്നു. അതിലൊന്ന് ആനക്കലഹം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ ഒരു സൂറത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ആനക്കലഹ സംഭവം പറയുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം എന്നോണം, പിന്നാമ്പുറം എന്നോണം കുറച്ച് പുറകു നിന്നേ ആ ചരിത്രം വന്ന് തുടങ്ങേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനും വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ ജീവിച്ചിരുന്നതായ റബീഅ എന്ന പേരുള്ള ഒരാൾ ഒരു സ്വപ്നം കണ്ടു. ഈ യമൻ കുറെ മോശമായ ആളുകൾ വന്ന് പിടിച്ചടക്കുകയും അവരുടെ ഭരണം ഉണ്ടാവുകയും ചെയ്യുമെന്ന സ്വപ്നം. അത് പേടിച്ചുകൊണ്ട് അയാൾ തൻ്റെ കുടുംബസമേതം യമനിൽ നിന്ന് പലായനം ചെയ്ത് ഇറാഖിലേക്ക് പോയി താമസിച്ചു. അവിടെ താമസിക്കുന്ന വേളയിൽ അയാൾക്കൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേരാണ് സിനാൻ. ആ മകനെയാണ് പിന്നീട് തുബ്ബ എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ മകൻ വളർന്ന് വലിയ രാജാവായി ഒരുപാട് നാടുകൾ പിടിച്ചടക്കി. തൻ്റെ പടയോട്ട യാത്രക്കിടയിൽ മദീനയിലൂടെ, അന്നത്തെ യസ്രിബിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മകനെ അവിടെ താമസിപ്പിക്കുകയുണ്ടായി. തുബ്ബ ചില കാരണങ്ങളുടെ പേരിൽ മദീനാവാസികളും ആ മകനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ ആ മകനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ വാശിക്കാണ് തുബ്ബ രാജാവ് ഒരു സൈന്യവുമായി മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരികയും പിന്നീട് ഇത് അന്ത്യപ്രവാചകൻ ഹിജ്റ ചെയ്തു വരുന്ന, വഫാത്താകുന്ന പരിശുദ്ധമായ മണ്ണാണ് ഈ മദീന എന്ന് യഹൂദി പുരോഹിതന്മാരിലൂടെ അറിയുകയും അദ്ദേഹം തൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് തൗബ ചെയ്യുകയും ചെയ്തു. ചരിത്രത്തിൽ വരുന്നുണ്ട്, പിന്നീട് തുബ്ബ രാജാവ്
ഒരു വീട് അവിടെ നിർമ്മിക്കുകയും ആ വീടിന്റെ താക്കോൽ യഹൂദി പുരോഹിതന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ ഹിജ്റ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഈ വീട് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത് എഴുതി കൊടുത്തിട്ട് പോവുകയും ചെയ്തു. ചരിത്രം മുമ്പോട്ടേക്ക് പോയി പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത് അവിടെ എത്തുമ്പോൾ ആ വീട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പായുടെ കൈകളിലായിരുന്നു, ഉത്തരവാദിത്തത്തിലായിരുന്നു. ആ വീട്ടിലേക്ക് തന്നെയാണ് നബി തങ്ങൾ വന്ന് താമസിക്കുകയും ചെയ്തു. അവിടുന്ന് വീണ്ടും അയാൾ മുമ്പോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ മക്കയിലെ ചില ആളുകൾ വന്ന് അയാളോട് പറഞ്ഞു, ഈ മക്ക നിങ്ങൾ തകർത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് നിധികൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് അയാളെ പ്രലോഭിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എന്നാൽ പോയി മക്കയെ തകർത്ത ആ സ്വർണങ്ങളും ഒക്കെ കൈക്കലാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പരിഹാരം അന്വേഷിച്ച് യഹൂദി പുരോഹിതന്മാരുടെ അടുക്കൽ പോവുകയും കാബയെ തകർക്കാൻ വേണ്ടി നിയത്ത് ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് അവർ പരിഹാരം പറയുകയും ചെയ്തു. പരിഹാരമായിട്ട് നിങ്ങൾ ആ കാബയിൽ പോയി തവാഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ തുബ്ബ രാജാവ് വീണ്ടും ഒരു സ്വപ്നം കണ്ടു, ആ കാബയെ പുടവ ധരിപ്പിക്കുന്നതായിട്ട്. യഹൂദി പുരോഹിതന്മാരോട് ഈ വിഷയം പറഞ്ഞു. അവർ പറഞ്ഞു, വളരെ നല്ല കാര്യം, അതും പരിശുദ്ധമായ കാബയോടുള്ള ആദരവിന്റെ ഭാഗമാണ്. അങ്ങനെ അദ്ദേഹം സ്വന്തം ചെലവിൽ ഒരു പുടവ തയ്പ്പിക്കുകയും അത് പരിശുദ്ധമായ കാബയ്ക്ക് ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യമായി പരിശുദ്ധമായ കാബയ്ക്ക് ഗിലാഫ്, കിസ്വ, പുടവ ധരിപ്പിക്കുന്നത് തുബ്ബ രാജാവാണ്. അതിനുശേഷം അയാൾ തിരിച്ച് യമനിലേക്ക് പോയി അവിടെ നിന്ന് വലിയ സാമ്രാജ്യം ഉണ്ടാക്കി. അതിനെയാണ് ഹിമ്യർ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത്. ഹിമ്യർ. ആ പരമ്പരയിൽ കുറെ നാളുകൾക്ക് ശേഷം വന്ന ഒരു ദുഷ്ടനായ രാജാവായിരുന്നു ദു നവാസ്. തന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർ അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതം സ്വീകരിച്ച് സത്യവിശ്വാസികളായി ജീവിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ് ആ മതത്തോട് ദേഷ്യം തോന്നിയതായ ദു നവാസ് 20,000-ഓളം വരുന്ന ആ സത്യവിശ്വാസികളെ മുഴുവനും തീക്കുണ്ടാരത്തിലിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി. ഈ സംഭവമാണ് പരിശുദ്ധമായ സൂറത്തിൽ അള്ളാഹു പറയുന്നത്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത് ആ സംഭവത്തിലേക്കാണ്. സത്യവിശ്വാസികളായ ആളുകളെ മുഴുവനും അയാൾ ഒരുമിച്ച് കൂട്ടുകയും നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ച് ഓരോരുത്തരെയായിട്ട് ആ കുണ്ടാരത്തിലേക്ക് എടുത്തു. 20,000-ഓളം പേരെ കൊല ചെയ്യുകയുണ്ടായി. ഈ തുബ്ബ രാജാവിന്റെ പിൻഗാമികൾപ്പെട്ട ഒരർത്ഥത്തിൽ ഹിമ്യർ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ രാജാവ്. അതിൽ നിന്ന് ഒരാള് രക്ഷപ്പെട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഓടി നേരെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമ സാമ്രാജ്യം. 2 സൂപ്പർ പവറുകളായിരുന്നു അന്നുണ്ടായിരുന്നത്, റോമയും പേർഷ്യയും. കിസ്ര, കൈസർ. കൈസർ രാജാവിന്റെ അടുക്കൽ പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ പരമ്പരകളെ മുഴുവനും അയാൾ അവിടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്, സഹായിക്കണമെന്ന് പറഞ്ഞു. കൈസർ രാജാവ് അന്നത്തെ മറ്റൊരു സാമ്രാജ്യമായ ഹബിഷയിലെ, എത്യോപ്യയിലെ നജാഷി രാജാവിനെ വിവരം അറിയിച്ചു. ഹബിഷ ഭരിക്കുന്ന രാജാക്കന്മാരുടെ പേരായിരുന്നു നജാഷി എന്നുള്ളത്. ആ കാലഘട്ടത്തിലെ നജാഷി രാജാവിനെ വിവരം അറിയിക്കുകയും നജാഷി രാജാവ് ഒരു സൈന്യത്തെ അയച്ചുകൊണ്ട് ദു നവാസിനെ കൊലപ്പെടുത്തി യമന്റെ ഭരണം പിടിച്ചെടുക്കുകയുണ്ടായി. അതിനുശേഷം തന്റെ പ്രധാനപ്പെട്ട 2 ഗവർണർമാരെ യമനിനെ ഭരിക്കുന്നതിന് വേണ്ടി നജാഷി രാജാവ് അയക്കുകയുണ്ടായി. അതിലൊരാളുടെ പേരാണ് അബ്രഹത്ത്. അബ്രഹയും കൂട്ടത്തിൽ വേറൊരു ഭരണാധികാരിയും ഒരു ഗവർണറും കൂടി അവിടെ പോയി അവിടുത്തെ ഭരണം ഏറ്റെടുക്കുകയുണ്ടായി. ഇതിനിടയിൽ ഈ 2 ഗവർണർമാർക്കിടയിൽ തർക്കമുണ്ടാവുകയും അവർ തമ്മിൽ യുദ്ധം ചെയ്യുകയും അബ്രഹ മറ്റേ ഗവർണറെ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അവിടുത്തെ ഗവർണർ അധികാരം അബ്രഹത്തിന് മാത്രമായി. യമനിൽ തന്റെ ഗവർണറെ കൊന്നതറിഞ്ഞ് നജാഷി രാജാവ് അവിടെ നിന്നുകൊണ്ട് സത്യം ചെയ്തു, ഞാൻ അബ്രഹത്തിനെ കൊന്ന് അവന്റെ തലയിൽ യമനിന്റെ മണ്ണ് വാരിയിട്ട് അവനെ കുഴിച്ചു മൂടുന്നത് വരെ ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന് സത്യം ചെയ്തു. ഇത് കേട്ടയുടനെ പേടിച്ച് അബ്രഹത്ത് തന്റെ മുടി വടിച്ച് യമനിന്റെ കുറച്ച് മണ്ണും വാരിയെടുത്ത് ഒരു ആളുടെ കയ്യിൽ നജാഷി രാജാവിന്റെ അടുക്കൽ കൊടുത്തയച്ചു.
എന്നിട്ട് അറിയിച്ചു, ഞാൻ അങ്ങയുടെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. ഞങ്ങൾക്കിടയിൽ ചെറിയ പ്രശ്നമുണ്ടായി, അത് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. അതിന്റെ പേരിൽ താങ്കൾ ഇങ്ങോട്ട് യുദ്ധത്തിനൊന്നും വരണ്ട. താങ്കൾ ചെയ്ത സത്യം പൂർത്തിയാക്കാൻ വേണ്ടി എന്റെ രോമം ഇതാ ഞാൻ തരുന്നു, ഇതിൽ യമന്റെ മണ്ണ് വാരി ഇട്ടാൽ മതി, അതോടുകൂടി സത്യം പൂർത്തിയാണ്. ഇങ്ങനെ ഒരു ഹിക്മത്ത് പറഞ്ഞു. രാജാവിന് വലിയ സന്തോഷമായി, സത്യം പൂർത്തിയായി. അപ്പോ തന്റെ മേലുദ്യോഗസ്ഥനായ നജാഷി രാജാവ് തന്നോട് ദേഷ്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണല്ലോ. അതുകൊണ്ട് രാജാവിനെ ഒന്നുകൂടി സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അബ്രഹത്ത് കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് യമനിൽ സനായിൽ കാബ പോലുള്ളതായ ഒരു സുന്ദരമായ ഭവനം പണിയുക. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിക്കുക. അതിലൂടെ ഇവിടെ വലിയ കച്ചവട സാമ്രാജ്യം ഉണ്ടാക്കുക. ഭരണകൂടത്തിന് അത് വലിയ സഹായമാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി മുമ്പോട്ട് വെക്കുമ്പോൾ തന്റെ രാജാവായ നജാഷി രാജാവിന് തന്നോട് സ്നേഹമുണ്ടാകും. അങ്ങനെ രാജാവിന്റെ സ്വാധീനവും സ്നേഹവും നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്ലാനായിരുന്നു, ഒരു പദ്ധതിയായിരുന്നു കാബയെ പോലെ മറ്റൊരു കാബ പണിയുക എന്നുള്ളത്. അങ്ങനെ അബ്രഹ രാജാവ് അവിടെ സ്വർണവും വെള്ളിയും രത്നങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സുന്ദരമായ ഒരു മന്ദിരം പണിഞ്ഞു. എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇതറിഞ്ഞതായ മക്ക നിവാസികൾ, അറബികൾ, അവർ വിഗ്രഹാരാധകരാണ്, വളരെ മോശമായ പ്രകൃതങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഉള്ളവരാണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും കാബയോട് അവർക്ക് ഭയങ്കരമായ ആദരവായിരുന്നു. ഈ കാബയെ അനാദരിച്ചുകൊണ്ട് മറ്റൊരു ഭവനം നിർമ്മിക്കപ്പെട്ടതറിഞ്ഞ് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അറബികളിൽപ്പെട്ട ഒരു ഗോത്രത്തിലെ കുറച്ച് ആളുകൾ അത് സന്ദർശിക്കുന്നതിന് വേണ്ടി യമനിലേക്ക് പോവുകയും അതിനകത്ത് മുഴുവനും വൃത്തികേടാക്കി വെക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് ദേഷ്യപ്പെട്ടതായ അബ്രഹ അതിന് പ്രതികാരം എന്നോണം കാബയെ തകർക്കുന്നതിന് വേണ്ടി ഒരു വലിയ സൈന്യവുമായി പുറപ്പെടുകയുണ്ടായി. അതിന്റെ മുൻനിരയിൽ ആനപ്പടയുണ്ടായിരുന്നു. അറബികൾക്ക് പൊതുവെ പരിചയമില്ലാത്തൊരു സംഭവമായിരുന്നു ആനകൾ. വലിയ ശക്തരായ വലിയ ശരീരമുള്ള ആനകളെയും കൊണ്ട് അബ്രഹത്ത് മക്കയിലേക്ക് പുറപ്പെട്ടു. വരുന്ന വഴിക്ക് പല അറബി ഗോത്രങ്ങളും അബ്രഹത്തിനെ തടയാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തി പക്ഷെ പരാജയപ്പെട്ടു. ത്വായിഫും കടന്ന് അവർ പിന്നീട് കാബയുടെ അടുത്തേക്ക് എത്താറായി. കാബയുടെ അടുത്തേക്ക് എത്തുന്ന സ്ഥലത്ത് മഹ്മസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു പൊതുവെ ആളുകൾ അവരുടെ മൃഗങ്ങളെയൊക്കെ മേയാൻ വേണ്ടി വിട്ടിരുന്നത്. അവിടെ കണ്ടതായ മുഴുവൻ ഒട്ടകങ്ങളും കന്നുകാലികളും എല്ലാം അബ്രഹത്ത് പിടിച്ചെടുത്തു. അതിന്റെ കൂട്ടത്തിൽ മക്കയുടെ അന്നത്തെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ 200ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ ആളുകൾ പറഞ്ഞറിഞ്ഞു, മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് താങ്കളെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ കാണാനുള്ള അവസരം കൊടുത്തു. അപ്പൊ എന്തായിരിക്കും അബ്ദുൽ മുത്തലിബ് പറയാൻ വേണ്ടി വരുന്നത്? കാബയെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ മാപ്പ് പറയാം, നിങ്ങൾ തിരിച്ചു പോകണം. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് അബ്രഹത്ത് ഇങ്ങനെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ കടന്നു വന്നു. ഭയങ്കര സുന്ദരനായ ഗാംഭീര്യമുള്ള മുഖം. അബ്ദുൽ മുത്തലിബ് വലിയ നേതാവായിരുന്നു. അബ്ദുൽ മുത്തലിബിനെ കണ്ട് ആ ഗാംഭീര്യത്തിൽ മതിമറന്ന് അബ്രഹ രാജാവ് എഴുന്നേറ്റ് വന്ന് അബ്ദുൽ മുത്തലിബിനെ സ്വീകരിക്കുകയും അബ്ദുൽ മുത്തലിബിനോടൊപ്പം തറയിലിരിക്കുകയും ചെയ്തു. തന്റെ സിംഹാസനത്തിന്റെ അടുത്തിരുത്തി കഴിഞ്ഞാൽ പിന്നെ തന്നെക്കാൾ വലുതാണെന്നുള്ള തോന്നൽ വരും. അത് വേണ്ടാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തറയിലിരുന്നു. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അബ്രഹത്ത്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ദയവ് ചെയ്ത് എന്റെ ഒട്ടകങ്ങളെ തിരിച്ചു തന്നേക്കുക. ഇത് കേട്ട് അബ്രഹത്ത് ഞെട്ടിപ്പോയി. നിങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടിയതെല്ലാം തെറ്റായി പോയല്ലോ. നിങ്ങൾ ഇത്ര വലിയ നേതാവായിട്ട് സ്വന്തം ഒട്ടകത്തെ ചോദിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്? ഞാൻ ഓർത്ത് നിങ്ങൾ കാബയുടെ വിഷയം സംസാരിക്കാൻ വേണ്ടി വരുമെന്ന്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ഒരു വാക്ക് പറഞ്ഞു, അന റബ്ബുൽ ഇബ്ൻ വലിഹാദൽ ബൈതി അയ്ളൻ റബ്ബുൻ യുഹ്മീഹി. ഞാൻ ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് എനിക്ക് ഒട്ടകത്തിന്റെ വിഷയം മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഈ പരിശുദ്ധമായ കാബയ്ക്ക് വേറൊരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് അതിനെ സംരക്ഷിച്ചുകൊള്ളും. അതിന്റെ വിഷയം എനിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും സംസാരം തീർന്നു. ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു, പറഞ്ഞു വിട്ടു. പോകാൻ നേരത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, എന്റെ ഉദ്ദേശം മക്കക്കാരെ ആക്രമിക്കലല്ല.
എന്റെ ലക്ഷ്യം കാബയെ തകർക്കൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വഴിമാറി തന്നാൽ ഞാൻ വന്ന് എന്റെ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ അബ്ദുൽ മുത്തലിബ് വന്നു, മക്കക്കാരോടൊക്കെ പറഞ്ഞു. അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് മലഞ്ചെരുവിലേക്ക് പോയി. ഒടുവിൽ അബ്രഹത്ത് അഹങ്കാരത്തോടുകൂടി തന്റെ ആനപ്പടയുമായി പരിശുദ്ധമായ കഅബയെ, അള്ളാഹുവിന്റെ ഭവനത്തെ തകർക്കുന്നതിന് വേണ്ടി വരികയാണ്. ഉള്ളതിൽ ഏറ്റവും വലിയ ശക്തനായ ഒരു ആനപ്പുറത്താണ് അബ്രഹത്ത് ഇരിക്കുന്നത്. അതിന്റെ പേര് മഹ്മൂദ് എന്നായിരുന്നു. കഅബയുടെ അടുത്തെത്താറായപ്പോൾ പിന്നെ ആ ആന അനങ്ങുന്നില്ല. കഅബയുടെ നേരെ അതിന്റെ മുഖത്തെ തിരിച്ചു വെച്ചാൽ അത് അവിടെ ഇരിക്കും. യമനിന്റെ ഭാഗത്തേക്ക് അതിന്റെ മുഖത്തെ തിരിച്ചാൽ അത് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടക്കും. വീണ്ടും കഅബയുടെ ഭാഗത്തേക്ക് തിരിക്കാൻ നോക്കിയാൽ അവിടെ ഇരിക്കും. ഒടുവിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കഅബയെ തകർക്കണമെന്നുള്ള പല പദ്ധതികൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സൈന്യം വന്നു. അബാബീൽ എന്ന പക്ഷികളെ അയച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അബ്രഹത്തിന്റെ സൈന്യത്തെ മുഴുവനും നശിപ്പിക്കുകയുണ്ടായി. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ ആനപ്പടയോട് അള്ളാഹു ചെയ്തത് എന്താണെന്ന് താങ്കൾ കണ്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രങ്ങളെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു, നാമാവശേഷമാക്കി. വഅർസല അലൈഹിം തൈറൻ അബാബീൽ. അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷികളുടെ കൂട്ടങ്ങളെ അയച്ചു. ഓരോ പക്ഷികളും 3 നരകത്തിൽ നിന്നുള്ള 3 കല്ലുകളുമായി വന്നു. 2 കാലുകളിൽ 2 കല്ലുകൾ, ചുണ്ടിൽ 1 കല്ല്. ഇതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ആ ശത്രുക്കളുടെ മുകളിലേക്ക് ഇട്ടു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ച് തുപ്പപ്പെട്ടതായ ചണ്ടി പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റി. ആരുടെയൊക്കെ ദേഹത്ത് ആ കല്ല് വന്ന് വീഴുന്നോ അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ ഓരോ അവയവങ്ങളായി ഇങ്ങനെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി, മുറിഞ്ഞു വീഴാൻ തുടങ്ങി. ചരിത്രത്തിൽ വരുന്നുണ്ട് കുറെ ആളുകൾ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ആ മക്കയിൽ തന്നെ കുറെ നാൾ അവിടെ തന്നെ ജീവിച്ചു എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ആളുകൾ ഇങ്ങനെ വഴിയിൽ കയ്യും കാലും ഇല്ലാതെ ഇങ്ങനെ യാചിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളെ കാണുമായിരുന്നു. അള്ളാഹുവിന്റെ സഹായത്തെ ഓർക്കുമായിരുന്നു. അബ്രഹത്തും ആ കല്ലും കൊണ്ടുകൊണ്ട് ഓടി ശരീരം ഇങ്ങനെ ഇറ്റിറ്റ് വീണ് അവസാനം സനായിലെത്തി അവരും മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ആ സൈന്യത്തെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ഇവിടെ 2 കാര്യങ്ങൾ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇത്ര വലിയ അഹങ്കാരം കാണിച്ച് എന്റെ ഭവനത്തെ തകർക്കാൻ വന്ന അബ്രഹത്തിനെ നിന്ദിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു. മറുഭാഗത്ത് ലോകത്തിന്റെ മുമ്പിൽ കാബയെ ഒന്ന് ഉയർത്തി കാണിക്കണമായിരുന്നു. ഈ കാബയിൽ ഇത്ര വലിയ അത്ഭുതം ഉണ്ടായെങ്കിൽ അത് മറ്റൊരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ആ കാബയിൽ അതിനേക്കാളും വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്ന സൂചനയായിരുന്നു. അതായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ ഈ 2 സംഭവങ്ങൾ നടക്കുകയുണ്ടായി. രണ്ടാമത്തെ സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സംസം കിണറിനെ തിരിച്ചു വീണ്ടെടുക്കലായിരുന്നു. ആ സംസം കിണർ കുഴിക്കുന്ന സമയത്ത് തന്റെ കൂട്ടത്തിൽ തന്റെ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു. അപ്പോഴാണ് അയാള് അബ്ദുൽ മുത്തലിബ്, നീ നേർച്ച ചെയ്യുന്നത് എനിക്ക് അള്ളാഹു 10 മക്കളെ നൽകുകയാണെങ്കിൽ ഒരു മകനെ ഞാൻ അള്ളാഹുവിന്റെ പേരിൽ അറുത്തു കൊടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല 10 മക്കളെ നൽകി. ഒടുവിൽ തന്റെ നേർച്ച പൂർത്തിയാക്കുന്നതിന് വേണ്ടി അബ്ദുള്ള എന്ന മകനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോവുകയാണ്. തന്റെ സഹോദരിമാരും ബാക്കിയുള്ള ബന്ധുക്കളും എല്ലാവരും എതിർത്തു. കാരണം ഉള്ളതിൽ ഏറ്റവും സുന്ദരനായ വ്യക്തിയായിരുന്നു അബ്ദുള്ള. അതുകൊണ്ട് ഈ മകനെ നീ അറുക്കണ്ട, വേറെ എന്തെങ്കിലും പരിഹാരം ചെയ്യാമെന്ന് അങ്ങനെ ചർച്ച ചെയ്തു. ഒടുവിൽ 10 ഒട്ടകത്തെ അറുത്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. കുറിയിട്ടു. 10 ഒട്ടകം അബ്ദുള്ള. കുറിയിൽ വീണത് അബ്ദുള്ള. മനസ്സനുവദിക്കുന്നില്ല. പിന്നെ 20 ഒട്ടകമാക്കി. അപ്പോഴും അബ്ദുള്ള. 30 ഒട്ടകമാക്കി. അങ്ങനെ 100 ഒട്ടകമാക്കി. 100 ഒട്ടകമാക്കി കുറിയിട്ടപ്പോൾ ഒട്ടകത്തിന്റെ പേര്. അങ്ങനെ അബ്ദുള്ളക്ക് പകരമായി അബ്ദുൽ മുത്തലിബ് 100 ഒട്ടകത്തെ അറുത്ത് അള്ളാഹുവിന് വേണ്ടി നേർച്ച ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അനബ്നു ദബീഹതൈൻ, ഞാൻ രണ്ട് ദബീഹത്തിന്റെ മകനാണ്. അഥവാ അള്ളാഹുവിന് വേണ്ടി അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ 2 പേരുടെ മകനാണ് ഞാൻ. ഒന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് വേണ്ടി അറുക്കാൻ കൊണ്ടുപോയ വ്യക്തിയാണ്. അതുപോലെ അബ്ദുള്ള അള്ളാഹുവിന് വേണ്ടി അറുക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു. ഈ 2 ആളുകളുടെ പരമ്പരയിലായിട്ടാണ് ഞാൻ ജനിച്ചത് എന്ന് നബി തങ്ങൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ടായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര അബ്ദുള്ളയിൽ വന്നു നിൽക്കുകയാണ്. അബ്ദുള്ള മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ളതായ സുന്ദരമായ പരിശുദ്ധമായ പരമ്പര. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖറജ്തു മിൻ നികാഹിൻ വലം അഖ്റുജ് മിൻ സഫാഹിൻ. ഞാൻ അനുവദനീയമായ വിവാഹബന്ധത്തിലൂടെ മാത്രമാണ് എന്റെ പരമ്പര കൈമാറി ഞാൻ വരെ എത്തിച്ചേർന്നത്. എന്റെ പരമ്പരകളിൽ ഒരിടത്ത് പോലും മോശമായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വ്യഭിചാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പിതാക്കന്മാർ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര സാധാരണ ചരിത്രത്തിന്റെ കിതാബുകളിൽ 3 ആയിട്ട് തിരിക്കാറുണ്ട്. അബ്ദുള്ള മുതൽ അദ്നാൻ വരെയുള്ളതായ പരമ്പര, ഇത് 20 പേരുണ്ട്. ഈ പരമ്പരയിൽ ചരിത്രത്തിൽ ഒരു വ്യത്യാസവുമില്ല, ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. അവിടെ നിന്ന് അദ്നാൻ മുതൽ ഇബ്രാഹിം നബി വരെ, അവിടെ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ. ഈ പരമ്പരയുടെ വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ചില ആളുകൾ പ്രധാനപ്പെട്ട ആളുകളെ മാത്രം കൂട്ടി ഏകദേശം 50ഓളം പരമ്പര പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 85ഓളം പരമ്പരകൾ പറഞ്ഞിട്ടുണ്ട് ആദം നബി വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര, പിതാക്കന്മാരുടെ പരമ്പര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. നബിതങ്ങളുടെ വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബിതങ്ങളുടെ ഖബർ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നബിതങ്ങളുടെ പരമ്പരയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദില്ലാ ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് ബിൻ മുറ ബിൻ കഅബ് ബിൻ ലുഐ ബിൻ ഗാലിബ് ബിൻ ഫിഹ്ർ ബിൻ മാലിക് ബിൻ നദർ ബിൻ കിനാന ബിൻ ഖുസൈമ ബിൻ മുദ്രിക ബിൻ ഇല്യാസ് ബിൻ മുതർ ബിൻ നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ بن أدد بن مقوم بن ناحور بن تيرة بن يعرب بن يشجب بن نابت بن إسماعيل بن إبراهيم عليهم السلام بن طارح بن ناحور بن ساروق بن راعو بن فالخ بن عيبرة بن شالخ بن أرفخشد بن سام بن نوح عليه الصلاة والسلام بن متوشالخ بن إدريس بن يرد بن مهليل بن قينان بن يانش بن شيس بن آدم عليهم الصلاة والسلام وأجمل منك لم تلد النساء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പരമ്പര പരിശുദ്ധമായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ചരിത്രം പരിശുദ്ധമായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ജീവിതം പരിശുദ്ധമായ മറ്റൊരു മനുഷ്യനും ഇതുവരെ ലോകത്ത് ജനിച്ചിട്ടില്ല. അത്രയും ഉന്നതനായ ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെന്ന് അഭിമാനിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ സെലക്ട് ചെയ്തതാണ്. ഈ ഉന്നതമായ പരമ്പരയിൽ നബിതങ്ങളെ കൊണ്ടുവന്നു, പരിശുദ്ധമായ ഒരു നാട്ടിൽ നബിതങ്ങളെ കൊണ്ടുവന്നു, പരിശുദ്ധമായ ഒരു കുടുംബത്തിൽ നബിതങ്ങളെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പായുടെ പേര് അബ്ദുള്ള. ഈ അബ്ദുള്ള എന്ന പേര് പൊതുവെ അറബുകളിൽ ഉണ്ടാകുന്നതല്ല. അബ്ദു ഷംസ്, അബ്ദു ഹാരിസ്, അബ്ദുൽ ഉസ്സ എന്നൊക്കെയുള്ള ശിർക്ക് കലർന്ന പേരുകളാണ് പൊതുവെ ആളുകൾ ഇടുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളാണ്. അള്ളാഹു തന്നെ അങ്ങനെ ഒരു പേര് തീരുമാനിച്ചു കൊടുത്തു. അബ്ദുള്ള എന്ന പേരാണ് അബ്ദുൽ മുത്തലിബ് നബിതങ്ങളുടെ വാപ്പാക്കിട്ടത്. നബിതങ്ങളുടെ ഉമ്മായുടെ പേര് ആമിന. ഈ പേരുകളിലും വലിയ ബർക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, മക്കളോടുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് അവർക്ക് നല്ല പേരുകൾ കൊടുക്കുക എന്നുള്ളത്. ആ പേരുകളിലൂടെ അതിൻ്റെതായ ബർക്കത്ത് അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പേരിടുമ്പോൾ ഏറ്റവും ട്രെൻഡായിട്ടുള്ള പേരാണ് നോക്കുന്നത്, ഏറ്റവും ഫാഷൻ ആയിട്ടുള്ള പേരാണ് നോക്കുന്നത്. വാപ്പായുടെ ഉമ്മായുടെ പേരിന്റെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരർത്ഥവും ഇല്ലാത്ത പേരുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ മുമ്പിൽ നമ്മൾ ആളാകാൻ വേണ്ടി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേര് പ്രധാനപ്പെട്ടതാണ്. ആ പേരിലൂടെ ആ മകന്റെ ഭാവി എഴുതപ്പെടുന്നതാണ്. അതുകൊണ്ട് നല്ല പേരുകൾ, അർത്ഥമുള്ള പേരുകൾ, മഹാന്മാരുടെ പേരുകൾ, പ്രവാചകന്മാരുടെ പേരുകൾ, അങ്ങനെയുള്ള പേരുകൾ നമ്മൾ ഇടണം. ആളുകൾ എന്തോ പറഞ്ഞുകൊള്ളട്ടെ, പക്ഷെ എന്റെ മകന്റെ ഭാവി എനിക്ക് പ്രധാനപ്പെട്ടതാണ്, എന്റെ മകളുടെ ഭാവി എനിക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ അബ്ദുള്ളയും ആമിനയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ആമിന മദീനക്കാരിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ ചെയ്തു പോയി വഫാത്താകേണ്ട മണ്ണ്, അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളുടെ ഉമ്മയെ തിരഞ്ഞെടുത്തത്. അബ്ദുള്ളയുടെ മുഖത്ത് പ്രത്യേകമായ ഒരു പ്രകാശമുണ്ടായിരുന്നു, നുബുവത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. കാണുന്നവരൊക്കെ അബ്ദുള്ളയെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഒരിക്കൽ ഒരു യഹൂദിയായ സ്ത്രീ
വേദഗ്രന്ഥത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു സ്ത്രീ അബ്ദുള്ളയെ കണ്ടപ്പോൾ വന്നിട്ട് വിവാഹാലോചന നടത്തുകയുണ്ടായി. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാമോ? അബ്ദുള്ള നിരസിച്ചിട്ട് പോവുകയുണ്ടായി. അതിനുശേഷമാണ് മദീനയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം ഒരിക്കൽ അബ്ദുള്ള ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ സ്ത്രീ വന്നിട്ട് പറയുകയുണ്ടായി, ഞാൻ നിങ്ങളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ മുഖത്ത് നുബുവ്വത്തിന്റെ പ്രകാശം എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ഇനി വരാനുള്ള പ്രവാചകൻ ഒരുപക്ഷെ നിങ്ങളിൽ നിന്നാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എന്റെ വയറ്റിലൂടെ ജനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് എന്ന് പറയുകയുണ്ടായി. റസൂലുള്ളാഹി അബ്ദുള്ളയെ കണ്ട പല യഹൂദികളും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിന്റെ കിതാബുകളിൽ വരുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ മകനായിട്ടാണ് അവസാന പ്രവാചകൻ ജനിക്കുന്നത്, അവരിലൂടെ ഞങ്ങളുടെ അധികാരമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് പലരും അബ്ദുള്ളയെ കൊല്ലാൻ വേണ്ടി പോലും പരിശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അള്ളാഹു തീരുമാനിക്കുന്നത് അത് അതുപോലെ തന്നെ നടക്കും. അങ്ങനെ അബ്ദുള്ള ആമിനായെ വിവാഹം കഴിക്കുകയും അതിനുശേഷം അബ്ദുള്ള ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മദീനയിൽ എത്തുമ്പോൾ അബ്ദുള്ള വഫാത്താവുകയുണ്ടായി. രോഗിയായി കിടന്നു. കച്ചവട സംഘം തിരിച്ചു മക്കയിലേക്ക് വന്നു. കുറച്ചു നാൾ രോഗിയായി കിടന്നിട്ട് അബ്ദുള്ള മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ആമിനയുടെ വയറ്റിൽ 6 മാസം പ്രായമായിരുന്നു. ഇതും അള്ളാഹുവിന്റെ പ്രത്യേകമായ തർത്തീബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യതീമായിട്ട് തന്നെ ജനിപ്പിക്കണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. കാരണം ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. യതീമായി ജനിക്കുക എന്നുള്ളത് അതൊരു മോശമായ കാര്യമല്ല. അതെന്തെങ്കിലും ശാപത്തിന്റെ പേരിലല്ല വാപ്പ മരണപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ പിതാവില്ലാതെ ജനിക്കേണ്ടി വരുന്നത്. അള്ളാഹുവിന്റെ റസൂലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല യതീമായിട്ടാണ് ജനിപ്പിച്ചത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ അചഞ്ചലമായ തീരുമാനം അത് നടന്നു എന്ന് സമാധാനിക്കുക. അതിനോടൊപ്പം ലോകത്തുള്ള മുഴുവൻ യതീമിങ്ങളോടും കരുണ കാണിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ പാഠം കൊടുക്കുകയായിരുന്നു, സന്ദേശം കൊടുക്കുകയായിരുന്നു. നോക്കൂ, ഞാനും വളർന്നത് യതീമായിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. യതീമായ കുട്ടിക്ക്, യതീമായ ഒരു മകന്, മകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു മാതൃക കൊടുക്കുകയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുകയുണ്ടായി. ഒരു തിങ്കളാഴ്ച ദിവസം ലോകത്തിന്റെ മുഴുവൻ അന്ധകാരത്തെയും മറനീക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന തേജസ് ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. ഈ സംഭവങ്ങൾ, ഇതുവരെ നമ്മൾ പറഞ്ഞതായ സംഭവങ്ങളെല്ലാം ഈ പ്രവാചകന്റെ ജനനം എന്നുള്ള അത്ഭുതകരമായ സംഭവത്തിലേക്കുള്ള വിരൽ ചൂണ്ടലുകളായിരുന്നു, ഇഷാറകളായിരുന്നു, സൂചനകളായിരുന്നു. നബിതങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് വേറെയും കുറെ സംഭവങ്ങൾ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ നേരത്ത് കിസ്റായുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതായ 14ഓളം മിനാരങ്ങൾ, ഗോപുരങ്ങൾ തകർന്നു വീഴുകയുണ്ടായി. കിസ്റായുടെ പരിസരത്തുണ്ടായിരുന്നതായ സാവ എന്ന് പറയുന്ന ഒരു തടാകം അതൊറ്റയടിക്ക് വറ്റിപ്പോവുകയുണ്ടായി. മജൂസികൾ ആരാധിക്കുന്നതിന് വേണ്ടി കത്തിച്ചിരുന്നതായ തീ 1000 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായി അവർ കത്തിച്ചുകൊണ്ടിരുന്ന തീ, ആ തീ ഒറ്റയടിക്ക് അണഞ്ഞുപോയി. പല സംഭവങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിലുണ്ടായി. എല്ലാവർക്കും അത്ഭുതമായി, എന്താണ് ഈ സംഭവം, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? കിസ്റ രാജാവ് ജ്യോത്സ്യന്മാരെ വിളിച്ച് അന്വേഷിച്ചു, എന്താണ് ഈ സംഭവത്തിന്റെ പൊരുൾ? അവർ പറഞ്ഞു, ഒരു പ്രവാചകൻ ജനിക്കാൻ വേണ്ടി പോകുന്നു, അതിന്റെ അടയാളങ്ങളാണ് ഈ കണ്ടത്. രാജാവ് ചോദിച്ചു, ഈ 14 താഴികക്കുടങ്ങൾ, ഈ 14 ഗോപുരങ്ങൾ എങ്ങനെയാണ് തകർന്നു വീണത്? അവർ പറഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം താങ്കളുടെ അധികാരം തീരാൻ പോകുന്നു, ഇനി 14 രാജാക്കന്മാർ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ, അതോടുകൂടി കിസ്റ എന്ന സാമ്രാജ്യം നശിച്ചു പോകും. രാജാവിന് വിഷമവുമായി, ഒരു പരിധിവരെ സന്തോഷവുമായി. എന്തായാലും 14 രാജാക്കന്മാരുണ്ടാകുമല്ലോ, 14 തലമുറ ഉണ്ടാകുമല്ലോ. അവർ പറഞ്ഞു, 14 രാജാക്കന്മാരുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെ അത് എത്ര കാലം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരറപ്പുമില്ല. അടുത്ത 4 വർഷത്തിനുള്ളിൽ 10 രാജാക്കന്മാർ തീർന്നു. കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ കിസ്റ സാമ്രാജ്യം നശിച്ചുപോയി. പേർഷ്യയും അതുപോലെ റോമും എല്ലാം നശിച്ചു പോവുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ആകാശ ലോകത്ത് അവിടെ നടക്കുന്നതായ മലക്കുകൾക്കിടയിൽ നടക്കുന്നതായ ചർച്ചകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, കട്ട് കേൾക്കുന്നതിന് വേണ്ടി പിശാചുക്കൾ ഇങ്ങനെ ആകാശത്തേക്ക് പോകുമായിരുന്നു.
അവരുടെ ജ്യോത്സ്യന്മാർ അവരെ പറഞ്ഞുവിടും. അവർ പോയി ആകാശത്ത് നിന്നും ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവം കുറിച്ചുള്ള വാർത്തകൾ കേട്ടുവന്ന് അവരുടെ ജ്യോത്സ്യന്മാരോട് പറഞ്ഞു കൊടുക്കും. അവര് വലിയ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചിട്ട് അവർ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി സംസാരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള വാർത്തകൾ പറയും. അങ്ങനെ ആളുകൾ അവരുടെ അടുക്കൽ ഇങ്ങനെ സമീപിക്കും. ഇത് പൊതുവെ ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതം ഒരു ദിവസം മുതൽ ഇങ്ങനെ ആകാശത്തേക്കുള്ള പോക്ക് നിലച്ചുപോയി. ഈ ജ്യോത്സ്യന്മാരെ വിടുന്നതായ പിശാചുക്കൾക്ക് ആകാശത്തേക്ക് കയറിപ്പോകാൻ പറ്റാതായി. അവിടെ കയറി പോകുമ്പോൾ അവിടെ നിന്ന് നക്ഷത്രങ്ങൾ കൊണ്ട് ഷിഹാബുൻ സാഖിബ് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇങ്ങനെ നക്ഷത്രങ്ങൾ കൊണ്ട് കൊള്ളിയാൻ കൊണ്ട് എറിയുന്ന അവസ്ഥയുണ്ടായി. എന്താണ് ഈ സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ അന്വേഷണത്തിലൊടുവിലാണ് പിശാചുക്കൾ തിരിച്ചറിഞ്ഞത് നബിതങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ആകാശ ലോകത്ത് പുതിയ സെക്യൂരിറ്റി സിസ്റ്റം നടപ്പിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആർക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ പറ്റാത്തത്. ഇങ്ങനെ ലോകത്ത് ആകാശത്തും ഭൂമിയിലും ഒക്കെ അത്ഭുതകരമായ സംഭവങ്ങൾ അള്ളാഹു നടപ്പിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം, ഈ കുഞ്ഞ് ജനിക്കുന്നത് ഇത് നിസാരമായ കുഞ്ഞല്ല. ലോകത്തിന്റെ വിധിയെ മാറ്റി എഴുതുന്നതായ, ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നതായ ഒരു കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്. അബ്ദുള്ളയുടെ മകനായി, ആമിനായുടെ മകനായി അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ജനിക്കാൻ പോകുന്നത് എന്ന സൂചനയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. ആമിന ബീവി പറയുന്നുണ്ട്, സാധാരണ സ്ത്രീകൾ ഗർഭസമയത്ത് അനുഭവിക്കുന്നതായ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചിരുന്നില്ല. ഇങ്ങനെ കുഞ്ഞു വയറ്റിലുണ്ടെന്നുള്ള തോന്നൽ പോലും എനിക്കുണ്ടായിരുന്നില്ല. അത്ര എളുപ്പത്തിലായിരുന്നു ആ ഗർഭധാരണം നടന്നത് എന്ന് ആമിന ബീവി പറയുന്നതായിട്ട് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് ചിരിച്ചുകൊണ്ട്, സാധാരണ കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്, തങ്ങൾ ചിരിച്ചുകൊണ്ടാണ് ജനിച്ചത്. തങ്ങളുടെ പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടിരുന്നു. സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ പല നജസ്സുകളും ഉണ്ടാകും. അതൊന്നും തങ്ങളുടെ ശരീരത്തുണ്ടായിരുന്നില്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലായിരുന്നു തങ്ങൾ ജനിച്ചത്. സുജൂദിലായിട്ട് കാണപ്പെട്ടു എന്ന് കിതാബുകളിലൂടെ വരുന്നുണ്ട്. തങ്ങളുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അഹദ്, അള്ളാഹു ഏകനാണെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആ സമയത്തുണ്ടായി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ അബ്ദുൽ മുത്തലിബ് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എടുത്തുകൊണ്ട് കാബയുടെ മുമ്പിൽ പോയി ദുആ ചെയ്യുകയും മുഹമ്മദ് എന്ന പേര് വെക്കുകയും ചെയ്തു. മുഹമ്മദ് എന്ന പൊതുവെ പേര് ആ കാലഘട്ടത്തിൽ ഇടാറില്ലായിരുന്നു. ആളുകൾ ചോദിച്ചു, ഇതെന്ത് പേരാണ്? എന്റെ മകൻ ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെടുന്നയാളാകണം, ലോകം മുഴുവനും അംഗീകരിക്കുന്ന വാഴ്ത്തപ്പെടുന്നയാളായി മാറണം എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഈ പേരിട്ടത് എന്ന് അബ്ദുൽ മുത്തലിബ് മറുപടി പറയുകയുണ്ടായി. പേരിന്റെ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് നമ്മൾ പ്രത്യേകമായി നല്ല പേരുകൾ നോക്കി തന്നെ ഇടണം. അതിന്റെ അസർ ലോകത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബനു സഈദ് ഗോത്രത്തിൽ പാല് കുടിക്കുന്നതിന് വേണ്ടി പോകുന്നത്, ചെറുപ്പം അവിടെ കഴിച്ചു കൂട്ടുന്നത്, ഇനി അങ്ങോട്ടേക്ക് നബിതങ്ങളുടെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധമായ മുഹറം മാസമാണ്. ഒരുപാട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ, സഹായങ്ങൾ ഉണ്ടായ മാസമാണ്. ഈ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിക്കുന്നതിനെ പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട്. ആദ്യത്തെ 10 ദിവസത്തെ നോമ്പ്, അതിനേക്കാളും പ്രത്യേകമായിട്ട് 10ന്റെ അന്നത്തെ നോമ്പ്, അഥവാ ഇന്നത്തെ നോമ്പ്. അധികം ആളുകൾ നോമ്പുകാരായിരിക്കും. ഇന്നലത്തെ നോമ്പ്, ഇന്നത്തെ നോമ്പ്, നാളത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല മുഹറമിൽ മുഴുവനും നോമ്പ് പിടിക്കുന്നത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ മുതലാണ് ഇസ്ലാമിക മാസം എണ്ണപ്പെടുന്നത്. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ പ്രധാനപ്പെട്ട സംഭവങ്ങളെ വെച്ചുകൊണ്ടായിരുന്നു അറബികൾ വർഷവും മാസവും ഒക്കെ കണക്കാക്കിയിരുന്നത്. ആനക്കലഹം നടന്ന ആ വർഷത്തിൽ ഏകദേശം 50 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിബിധങ്ങൾ ജനിച്ചത്. അപ്പൊ അവർക്ക് പറയാനുള്ള ഒരു സംഭവം അതായിരുന്നു, ആനക്കലഹം നടന്നതിന്റെ ഇത്രാമത്തെ വർഷം, ആനക്കലഹം നടന്നതിന്റെ ഇത്രാമത്തെ ദിവസം, ഇങ്ങനെയായിരുന്നു അവർ തീയതി പറഞ്ഞിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ മാനദണ്ഡമാക്കിയിട്ടാണ് പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഈ ഹിജ്റ കലണ്ടർ ഉണ്ടായത്, മുഹറം മുതലുള്ള തർത്തീബ് ഉണ്ടായത്, ഹിജ്റ ഇങ്ങനെ വർഷം എണ്ണി തുടങ്ങിയത്. എന്തായാലും ഒരുപാട് അനുഗ്രഹങ്ങളുള്ള, റഹ്മത്തുള്ള, ബർക്കത്തുള്ളതായ മാസമാണ്. ഈ മാസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.